പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ മാങ്കോശൻ മരച്ചോട്ടിലിരുന്ന് ഗ്രാമഫോണിലൂടെ സോജാ രാജകുമാരി കേട്ടു എന്നൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതാണിത്. സെറ്റ് ചെയ്തെടുത്താണ് കാസറ്റ്. ഈ കാസറ്റിനകത്ത് വിരലിട്ട് ഇങ്ങനെ കറക്കി ഞങ്ങളിങ്ങനെ, അല്ലെങ്കിൽ പേനായിട്ട് കറക്കി ആ ഒരു കാലഘട്ടം അതിൻ്റെ ഒരു സുഖമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഞങ്ങൾക്ക് അറിയാം. പിള്ളേർക്ക് ഇത് പാട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ടേപ്പ്. നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടേറാൻ പ്രാവെല്ലാം പാറി പോകെ ലാലാ ലാലാ ലാലാ. പാട്ട് ഇതാണ് പാട്ട്. ഇങ്ങനെയാണ് പാട്ട് വരുന്നത്. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ മാങ്കോശൻ മരച്ചോട്ടിലിരുന്ന് ഗ്രാമഫോണിലൂടെ സോജാ രാജകുമാരി കേട്ടു എന്നൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതാണിത്. ഇനിയുള്ളത് എന്താണ്, എന്തൊക്കെയാണ്? സ്റ്റോപ്പി ഇനിയുള്ള അടുത്ത ഇത് ചെറിയ ഗ്രാമഫോൺ അല്ലേ? ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. അതോ പക്ഷെ സെറ്റ് ചെയ്തെടുത്താണ്. ഇത് ഈ സ്പൂള് ഇത് ഫിലിപ്സിന്റെ ആദ്യ കാലത്തുണ്ടായിരുന്നു അല്ലേ? ഇനി ഒരു സംഭവം ഇവിടെ ഇരിപ്പുണ്ട്, റെക്കോർഡ് പ്ലെയർ. ഇതെല്ലാം ഈ ടേപ്പ് റെക്കോർഡർ, അതിൻ്റെയൊക്കെ CD ഒക്കെ അതിൻ്റെയൊക്കെ പ്രാരംഭ കാലഘട്ടത്തിലുള്ള രൂപങ്ങളാണ്. ഇനി ഇതൊന്നും പ്ലേ ചെയ്യാം നമുക്ക്, റെക്കോർഡ് പ്ലെയർ. ജയചന്ദ്രന്റെ പാട്ടാണ് ഇത്. റെക്കോർഡ് പ്ലെയർ യേശുദാസിന്റെ 84ാം പിറന്നാൾ ശതാഭിഷിക്തനായ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ സമയത്താണ് നമുക്ക് ഇതിന് പ്രസക്തിയുണ്ട്. യേശുദാസിന്റെ പാട്ടുകളുടെ ഒരു റെക്കോർഡ് പ്ലെയറാണിത്. ഇതൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നശിക്കത്തില്ല എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. പഴയ സാജൻ സിനിമ അതൊക്കെ പുതിയതായിട്ട് വീണ്ടും റെക്കോർഡ് പ്ലെയർ ഇറക്കിയിട്ടുണ്ട് അല്ലേ? ഇത് പുതിയതല്ലേ? ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രംഗത്ത് വന്നതാണ്. അപ്പോൾ കുറേ കാലം ഞാൻ തിരുവനന്തപുരം ഡിസ്കവറിയിൽ കളിച്ചിട്ടുണ്ട്. സാഗരിക, സുരാജിൻ്റെ കൂടെ തിരുമലചന്ദ്രൻ, ശിവമുരളി, പകജ കോമഡി ഷോ. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ അറിയപ്പെട്ടത്. മറ്റേ നമ്മൾ കുറച്ച് നാട്ടിലെ പ്രോഗ്രാമുകൾ ചെയ്ത് അങ്ങനെ വരികയായിരുന്നു. അങ്ങനെ പിന്നെ കൂടാതെ ഈ പാട്ടുകൾ പാടും, മെയിനായിട്ട് ഫീമെയിൽ വോയിസ്. പാട്ടിനോടുള്ള ഇഷ്ടമാണ്. നമ്മുടെ ഈ ഗ്രാമഫോണിൽ പാട്ട് കേൾക്കണമെന്നൊരാഗ്രഹം. പിന്നെ മറ്റു മീഡിയയിലേക്ക് എത്രയോ കാസറ്റുകളിലേക്ക് ഒരു വൻ ശേഖരണമാണ് പോലെ ഓഡിയോ കാസറ്റ് ഷോപ്പുകൾ അത് റെക്കോർഡ് ചെയ്ത് കോപ്പി ചെയ്യുന്ന ഒരു ആഘോഷം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എല്ലാവരുടെയും മൊബൈൽ പാട്ട് കേൾക്കുന്നുണ്ട്. ആർക്കും പാട്ട് സൂക്ഷിച്ച് വെക്കാന്നുണ്ട്. യൂട്യൂബിലുണ്ട്, എന്തും അപ്പോഴും അവൈലബിൾ അല്ലേ? പക്ഷേ ഇതിൽ കേൾക്കുന്ന ഒരു ക്വാളിറ്റി ഇന്ന് നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ആകർഷണം. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ പാട്ടുകൾ അതേ നിലവാരത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു അല്ലേ? പിന്നെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇത് എന്നുപോലെയാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയത്? ഞാൻ തുടങ്ങിയിട്ട് ഒരു 14 വർഷം. ആദ്യമായിട്ട് കളക്ട് ചെയ്ത് 2010 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അപ്പോഴേക്കും നമുക്ക് സാമ്പത്തികം, ഇതൊക്കെ വാങ്ങിക്കുന്ന സാമ്പത്തികമാണല്ലോ. അപ്പോൾ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്നും നമ്മൾ കുറച്ച് ഇതിലേക്ക് മാറ്റി വയ്ക്കുന്നു. കാരണം അതിന് സംഗീതത്തോടു കൂടിയുള്ള ഒരു പ്രേമം തന്നെയാണ് നമുക്ക് ഇതിന് പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് ഈ ഗ്രാമഫോണാണ്. ഇതെനിക്ക് കിട്ടിയതിൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ഒരു ചെറിയൊരു ഗ്രാമഫോൺ വന്നിട്ടുണ്ട്, കുറച്ച് പാർട്സുകളൊക്കെ അതിലില്ല, അത് സംഘടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നതാണ്. എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് തന്നതാണ് ഈ റെക്കോർഡ് പ്ലെയർ. ഇത് ഫിലിപ്സിൻ്റെ ഒരു പ്ലെയറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 സ്പീഡിൽ പാട്ട് കേൾക്കാൻ പറ്റും.
അങ്ങനെ ഫിലിപ്സിന്റെ വാങ്ങിച്ചതാണത്. ഇവിടെ റേഡിയോകൾ, വാൽവ് റേഡിയോകൾ ഇരിപ്പുണ്ട്. റേഡിയോകളുടെ പ്രാചീന രൂപമാണ് ഇത്. അത് റെക്കോർഡ് എന്താണ് സംഭവം എന്ന് കണ്ടല്ലോ. ഇതാണ് റെക്കോർഡ് പ്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലായി. അതെ അതെ, ഇത് നല്ല നല്ല ലെവലിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇത് ചെറിയ മൈക്കിലൂടെ കേൾക്കുമ്പോൾ നല്ല ഡെപ്തിൽ നല്ല ഡീറ്റെയിലായിട്ടാണ് പാട്ടുകൾ കേൾക്കാൻ പറ്റും. ഈ സിസ്റ്റത്തിൽ ഇന്ന് കേൾക്കുന്ന ഒരു ക്വാളിറ്റി മറ്റൊരു സിസ്റ്റത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. കാരണം പണ്ട് ചായ കടകളിലൊക്കെ ഇതാ ഇതിൻ്റെ കൂടെയുള്ള ബോക്സാണ് ഇത്. അത് ഹൈക്യു ഇന്റർനാഷണൽ, ഫിലിപ്സ് ഹൈക്യു ഇന്റർനാഷണൽ, ഇതിൻ്റെ കോമ്പിനേഷനാണ് ഈ ബോക്സ്. ഇത് ഇത്രയും ഐറ്റംസ് പിന്നെ ഓരോന്നോരോന്നായിട്ട് കളക്ട് ചെയ്തു. ഇതിനിടയ്ക്കിടയ്ക്ക് അതെ അതെ. പിന്നെ റെക്കോർഡ്സുകളുടെ കളക്ഷൻ, പിന്നെ ഈ പഴയ മൈക്ക് ഒക്കെ, മൈക്ക് പഴയ മൈക്കുകളാണ്. ഞാനൊക്കെ ഇരിക്കായിരുന്നു പഴയ മൈക്കുകളാണ്. പഴയ സിനിമകളിലൊക്കെ കാണാൻ അല്ലേ. ഈ കാസറ്റ്, ഈ കാസറ്റിനകത്ത് വിരലിട്ട് ഇങ്ങനെ കറക്കി ഞങ്ങളിങ്ങനെ, അല്ലെങ്കിൽ പേനായിട്ട് കറക്കി ആ ഒരു കാലഘട്ടം അതിൻ്റെ ഒരു സുഖമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഞങ്ങൾക്ക് അറിയാം. പിള്ളേർക്ക് ഇത് പാട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ടേപ്പ്. ഇത് ടേപ്പ് റെക്കോർഡിനകത്തോട്ടിട്ട് പാട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. ഇത് പക്ഷെ നമ്മളിങ്ങനെ കറക്കി കറക്കി തിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു കാലം. പഴയ 10 രൂപകളൊക്കെ എങ്ങനെ ഇരുന്നു എന്നുള്ളത് കാണാം. ഇപ്പോൾ ഉള്ളത് 10 രൂപ എത്തിയത് കാണാം. ഇപ്പോഴത്തെ 20 രൂപ, 50 രൂപ, 100, കുറേ കാശുണ്ടല്ലോ. ഡോളർ എത്തി, 500 രൂപ ഇരിപ്പുണ്ട്. അതിപ്പോഴും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ചില നാണയങ്ങളൊക്കെ ഉണ്ട്. അതിനി കാണുമ്പോൾ തരാം. ഒമാൻ, ശരി ശരി. ഓ, സ്റ്റാമ്പ് കളക്ഷൻ, പല രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ നമ്മുടെ തന്നെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഓരോ പാഷനാണ്. ആ പാഷൻ്റെ പുറകെ പോകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഡയറിയിലാവും അല്ലേ. പണ്ട് കത്തുകൾ പോസ്റ്റ് കാർഡിനകത്ത് അയക്കുന്നു. ഇല്ലൻ്റ് ഇത്തരം ഇല്ലൻ്റ് ഇതല്ല, ഇങ്ങനെയൊക്കെ കത്തുകളാണ്. നമ്മുടെ അത് ഇമെയിലും ഇപ്പോഴത്തെ SMS-ഉം വാട്സാപ്പ് മെസ്സേജും ഒക്കെ ഇതിനകത്താണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കോയിനുകൾ പല സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിലെ തന്നെ 5 പൈസ, 10 പൈസ, 1 രൂപ, 1 പൈസ കാശ് ഒക്കെ ഉണ്ട്. അങ്ങനെ നാണയത്തിൻ്റെ ശേഖരവും ഉണ്ട്. ഓക്കെ. കുറേ ട്രൂപ്പുകൾ വർക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇല്ല, വൺ മാൻ ഷോ ആണ് ഇപ്പോൾ. ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. പാട്ട് പാടുന്നുണ്ട്. മിമിക്രിയിൽ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ശങ്കരാടി ശബ്ദമാണ്. ആ ശബ്ദം ചെയ്യാം. വേണ്ടാന്നൊക്കെ ഞാൻ ശങ്കരാടി അങ്ങനെ അങ്ങോട്ട് പാടിയിട്ടൊന്നുമില്ല. ഇച്ചിരി തവിട്, ഇച്ചിരി പുളിയം കിട്ടും, ഇച്ചിരി പരത്തി കിട്ടും, ഇത്രയും കൊടുത്താൽ മതി. പാല് ചറപറാന്നൊഴുകയായി. ക്ഷീരമുള്ളോരകീടിഞ്ചു കട്ടിലും ചോഴ തന്നെ കൊടുകിന് കൗതുകം കൊടുകൈ. ഇത് ശരിക്കും പറഞ്ഞാൽ ശങ്കരാടി ചെറുപ്പമായതുപോലെ ഉള്ളൂ സംഭവമാണ്. രൂപത്തിലൊക്കെ പേരുകൂടെ ചെയ്യാം.
പിന്നെ പാട്ടുകൾ പാടുകയും ഇതൊക്കെ ചെയ്താണ്. കലാരംഗമാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇപ്പൊ ഗവൺമെന്റിൽ ജോലി. ഇതിനോടൊപ്പം ഈ ശേഖരങ്ങളും ഇത് നമ്മുടെ ഒരു പാഷൻ കൊണ്ട് നമ്മൾ ശേഖരിച്ചതാണ്. എങ്കിലും ഇതുപോലെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ അവർക്ക് തീർച്ചയായും വളരെ സന്തോഷമുള്ള കാര്യമാണ് വരുന്നത്. കുട്ടികൾക്ക് അറിയില്ല ഇതിനെ കുറിച്ച്. അങ്ങനെ മാത്രമല്ല ഇതിന്റെ നാണയം, സ്റ്റാമ്പ് ഇതൊക്കെ എന്റെ ശേഖരത്തിൽ അതെ അതെ. കുടുംബം മൂത്ത മകൻ +1 പഠിക്കുന്നു, മകൾ 7ാം ക്ലാസ്സിൽ, പിന്നെ ഭാര്യ നമ്മളിവിടെ താമസം. അതെ അതെ. ഇതിപ്പോ 10-20 വർഷത്തിന് മേലോട്ടുള്ള കലാപ്രവർത്തനങ്ങളുടെ ചിരിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറയാൻ കാണുമല്ലോ. ചിരിക്കാൻ പറ്റിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് അതായത് നമ്മുടെ ഒരു ഡയലോഗ് നമ്മൾ പറഞ്ഞപ്പോൾ ശങ്കരടിയുടെ ശബ്ദം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്ക് മാറിപ്പോയി. അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പശുവിന് കൊടുക്കുന്നത് ഇച്ചിരി പരുത്തിക്കുരു ഇച്ചിരി പുളിയങ്കുരു എന്നത് മാറി ഈ പുളിയങ്കുരും പരുത്തിക്കുരു മാറി പുളുത്തിക്കുരു എന്നായിപ്പോയി. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒത്തിരി. കാരണം സുരാജിൻ്റെ കൂടെയൊക്കെ ചെയ്ത ആ ഒരു നല്ല, കാരണം എൻ്റെ നാട്ടിൽ എന്നെ അറിയിച്ചത് ഡിസ്കവറിയിലെ ആ പ്രോഗ്രാം പുകജ കോമഡി ഷോ എന്നുള്ള അതാണ് രാജേഷ്. അതെ അതെ, അവരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മിംസ് ഗാനങ്ങളിൽ ഞാൻ ഫീമെയിൽ വോയിസ് പാടിയിരുന്നു. നിങ്ങളെല്ലാം ഒരുമിച്ച് ഞാനിപ്പോൾ പലപ്പോഴും കാണുന്നവർ ചോദിക്കണം, സുരാജ് നിങ്ങളെല്ലാം ഒരുമിച്ച് ട്രോപ്പിൽ പ്രോഗ്രാം ചെയ്ത ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ട് സുരാജ് നടനായി നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നു? ഞാൻ ഇടയ്ക്ക് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം 85-ലൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും 5 വർഷത്തിന് മുമ്പ് വീണ്ടും ഒരു വീഴ്ച എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എനിക്ക് അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ വീണ്ടും ഞാൻ പുതിയതായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ പോകുന്ന ജോലിസ്ഥലത്തുള്ള ആൾക്കാരുടെ എല്ലാ അംഗങ്ങളുടെയും സപ്പോർട്ട് അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാർ വീണ്ടും പ്രോഗ്രാമുകൾക്കൊക്കെ വീണ്ടും വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ 25 വർഷത്തിന് മുമ്പ് പ്രോഗ്രാം ചെയ്ത ആ ഒരു സമിതിക്കാർ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുന്ന ഒരു പ്രോഗ്രാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം. കാരണം നമ്മൾ ഈ ഒന്നുമില്ലായ്മയിൽ നിന്നും ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് സ്റ്റേജ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം പ്രേക്ഷകരുടെ അത് കയ്യടിയായാലും കൂവലായാലും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. അതൊന്നും കിട്ടിപ്പോളൂ, അതിലൊക്കെ തീരും. ഫീമെയിൽ വോയിസിൽ പാടും. ഫീമെയിൽ വോയിസ് പാടാം തീർച്ചയായിട്ടും. വന്നു പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാൻ പ്രാവെല്ലാം പാറി പോകെ ലാലാ ലാലാ ലാലാ. നല്ല ടോപ്പായിരുന്നു. നമ്മൾ ഒത്തിരി പാട്ടുകൾ അന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ കല കുറച്ച് നാളൊക്കെ മാറി എന്ന് വെച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു വിചാരിച്ചാൽ പോകത്തില്ല. അതൊക്കെ കല ഉള്ളിൽ തന്നെ കിടക്കും. അത് സംഭവം അതുപോലെ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വരികയാണ്. ഇപ്പൊ എന്തായാലും ജോലിയും കിട്ടി, അതൊരു ആശ്വാസം, ദൈവാനുഗ്രഹം അല്ലേ. അതിന് ഇപ്പോൾ എനിക്ക് കൂടുതലും പ്രോത്സാഹനം പേർക്കിട ഞാൻ ജോലി ചെയ്യുന്ന MHCയിലെ സ്റ്റാഫുകൾ തന്നെയാണ്. കാരണം അവിടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും. അപ്പോൾ അത് എനിക്കൊരു വലിയൊരു ഇവിടുത്തെ ഗ്രാമബോർഡുകളിൽ കൂടും. അതെ അതെ, ഇത് കണ്ടുകൊണ്ട് അതെ അതെ, അത് ആരുടെയെങ്കിലും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക. ആഡിയോ കാസറ്റ്, CD. ഞാൻ ഇപ്പോഴും CD-യിലാണ് പാട്ട് കേൾക്കുന്നത്, പെൻഡ്രൈവ് ഉപയോഗിക്കാറില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റി വേറെയാണ്. അപ്പോൾ അത് ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും പ്രസാദ് കാണാൻ കഴിഞ്ഞാൽ വെള്ളയുടെ വന്ന് നമ്മൾ പ്രധാന വീട്ടിൽ കയറി നമ്മുടെ കേരള കോളിങ്ങിൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലുള്ള കലാകാരന്മാരോ അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകാമെന്നുള്ളതാണ്. നമുക്ക് കാണാം. എല്ലാ ഭാവങ്ങളും നേരട്ടെ നേരുന്നു. എല്ലാം നന്നായിട്ടെ. നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം. നിങ്ങളിത് കാണുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കൊക്കെ പറയണം കേട്ടോ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ റിപ്പോർട്ട് ചെയ്യുക.